ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നലത്തെ ടോപ്പ് സ്റ്റേഷനും അതേപോലെ തന്നെ ലക്ഷ്മി എസ്റ്റേറ്റും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മൂന്നാറിൽ നിന്ന് മാൻകുളത്തേക്കാണ് വന്നിരിക്കുന്നത്. മാൻകുളത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, 33 പറയുന്ന കാടിൻ്റെ നടുക്കുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓഫ് റോഡ് ഒരു ഓഫ് റോഡ് ട്രിപ്പും ഉണ്ട്. നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാറിൽ നമ്മളിതൊരു പ്ലാൻ ചെയ്ത് വന്ന ട്രിപ്പല്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ആനക്കുളത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈവർ പറഞ്ഞ് ഇവിടെ ഒരു അടിപൊളി പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവരുടെ ഒപ്പം അങ്ങോട്ട് കൂടി. നമ്മൾ ഓഫ് റോഡൊക്കെ കയറി പതുക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു കല്ലേന്ന് അടുത്ത കല്ലിലോട്ട് ചാടി കയറുന്നുണ്ട്. ഇടയ്ക്ക് ഭാഗം മാത്രം ഒരു ശകലം തെളിഞ്ഞ് കിടക്കുന്നത്, ബാക്കിയൊക്കെ നല്ല ഇതാണ്. ഒരു സീറ്റ് അപ്പുറത്തെ സീറ്റിലോട്ട് നമ്മൾ തെറിച്ച് പോകുന്നുണ്ട്. വളരെ സ്ലോയി മാത്രമേ നമുക്ക് ഈ റൂട്ട് വരത്തുള്ളൂ കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ ആനയുടെയും പുലിയുടെയൊക്കെ നല്ല ശല്യം ഉണ്ടെന്ന് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ചാണ് ഈ ഇടയ്ക്ക് ഒരു പുലിയെ ഒരാൾ കൊന്നെന്ന്, കുറച്ച് പേര് അത് വെട്ടിക്കൊന്നെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസൊക്കെ വന്നിട്ടായിരുന്നു. ആ ന്യൂസൊക്കെ ഉണ്ടായത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഇവിടെ പുലിയുടെ ആക്രമണം വളരെ കൂടുതലാണ്. പുലി മാത്രമല്ല, ആനക്കുളം അടുത്ത് കിടക്കുന്നുണ്ട്. ആനക്കുളത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഈ ഫോറസ്റ്റിനുള്ളിൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് ഇവർ പറയുന്നത്. അവർ പറയുന്നത് ആനയെ കാണാതിരിക്കട്ടെ എന്നാണ്. ഞങ്ങളും ആനയെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇവരോട് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞാൽ ആനയെ കാണാതിരിക്കട്ടെ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആനയുടെ സൈറ്റിംഗ് ഒക്കെ കിട്ടും. പക്ഷേ ഫോറസ്റ്റിനുള്ളിൽ വെച്ച് ആനയുടെ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് റിവേഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് മാറാനോ ഒന്നും പറ്റുന്ന ഒരു റോഡല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞതാണ്, അതായത് ഈ കാടിൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറി ഒരു 1/2 കിലോമീറ്ററിൽ ഒരു 100 ആനകൾ വെച്ചെങ്കിലും കാണും എന്നാണ് പറയുന്നത്. ഞണ്ടുകുളം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഒരു വട്ടം പണ്ട് ഞാൻ കുറച്ച് നാളുകൾ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബിൻ്റെ അകത്തൊരു വീഡിയോ ഉണ്ട്. പക്ഷേ ഞണ്ടുകുളം ഫോറസ്റ്റ് സെർച്ച് ചെയ്തിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് ഇവിടെ വേറെ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ഈ ജീപ്പിൽ പോവുക, അവിടെ നിന്ന് അങ്ങോട്ട് ഈ കാട്ടിലുള്ള ആദിവാസികളുടെ ഒരിതിൽ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളുടെ കണക്കും പ്രകാരം 10 കിലോമീറ്ററിനുള്ളിൽ ഒരു 50 ആനയെങ്കിലും കാണുമെന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഞാൻ കേട്ടൊരു അത്ഭുതകരമായ കാഴ്ച എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിനുള്ളിൽ ഇപ്പോഴും താമസിക്കുന്ന ഈ ആദിവാസികളിൽ ഇതുവരെ നാട് കാണാത്ത ആൾക്കാരുണ്ടെന്ന് പറയപ്പെടും. ഏകദേശം ഈ ഏരിയകളിൽ ഒത്തിരി ഉള്ളിലോട്ട് കയറി ഒത്തിരി ആദിവാസി കുട്ടികളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ കുട്ടികൾ എന്തായാലും തകർത്ത് വാരി ആഘോഷിക്കുക കേട്ടോ. അവർ തകർപ്പൻ ട്രിപ്പായിട്ട് എടുത്ത് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാടൊക്കെ കയറി ഇപ്പം നല്ലൊരു കുറച്ച് റോഡൊക്കെ ആയി. എന്തായാലും കാട്ടിക്കൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പം ഞങ്ങൾ വേറൊരു കാഴ്ച ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. ആ കാണുന്നതാണ് ഒരു ഏറുമാടം. അതായത് എനിക്ക് തോന്നുന്നു ആദിവാസികളുടെ കുടിലേക്കൊക്കെ ആനയുടെ ശല്യങ്ങളൊക്കെ കൂടുമ്പം മുകളിലൊക്കെ നിന്ന് അറിയിക്കാനുള്ളതൊക്കെ ആയിരിക്കാം. നല്ല, ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. ഈ കൊടുങ്കാടിനുള്ളിൽ മുകളിലാണ്. അത് മുള ഈറയൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഏറുമാടമാണ്. 4 മരത്തിനിടയിൽ ഉണ്ട്. അത് ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു പൊളി സ്ഥലത്തെത്തി കേട്ടോ. അതാ ഇവിടെ നമ്മളെ ജീപ്പിൽ ഇത് ക്രോസ് ചെയ്ത് വേണം ഇപ്പുറത്ത് വരാൻ. ഇതൊരു ചെറിയ പുഴയാണ്. ഈ പുഴ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഇവിടെ എത്താൻ. അതിൻ്റെ ഒരു കാഴ്ച ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അതും ആ വണ്ടിക്ക് അതിരുന്ന് ആസ്വദിക്കുക എന്ന് വെച്ചാൽ അതിലും അടിപൊളി. ഈ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ആ ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത ട്രിപ്പ് പോവുക, ഇങ്ങോട്ടുള്ള യാത്രയാണ് എന്നും പറഞ്ഞുകൊണ്ട്.
അങ്ങനെ ഞങ്ങൾ 33 എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൽ എത്തി. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ തന്നെ ഒരു ചെറിയ ഇതുപോലെയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഇറങ്ങാനുള്ള ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും മതി വരാത്ത ഒരു കാഴ്ച. ഇവിടെ നിന്നൊരു ചെറിയ വഴിയുണ്ട്, ഇങ്ങോട്ട് ചെറിയൊരു കല്ലൊക്കെ കെട്ടി മുകളിലോട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതിലോട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ കയറിപ്പോയിട്ട് വേണം, നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ അങ്ങനെ കയറിപ്പോയി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ. നമുക്ക് അങ്ങോട്ട് എന്തായാലും യാത്ര പോകാം. നല്ല അട്ടശല്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരാളുടെ കയ്യിൽ അട്ട കടിച്ചിട്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അട്ടയൊക്കെ കളഞ്ഞ് നമ്മൾ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മുന്നോട്ട് പോയപ്പോഴല്ലോ അതായത് ആ 33-ൻ്റെ വെള്ളച്ചാട്ടം ഈ തെളിഞ്ഞു വരുന്നത് ഈ കൊടും കാടിനുള്ളിൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ല കേട്ടോ. അല്ല സൂപ്പർ സ്ഥലം. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തുള്ള നേരെ അകത്തോട്ട് കയറിയിട്ടുള്ള ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം ഞാൻ പറഞ്ഞതാണ്ട് ഈ 33 എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് ഇതാ ഈ കാണുന്നത്. ഇതാണെങ്കിൽ ഇതിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയാലേ അത് കറക്റ്റ് ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. 2-3 സൈഡിൽ നിന്ന് ഇത് വരും വെള്ളം. ഇതൊരു സൈഡ് ഇപ്പുറത്ത് കൊണ്ടുവരണം. അത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലേ അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇറങ്ങി വെള്ളച്ചാട്ടമൊക്കെ ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമായി കാണാം. അതുകൊണ്ട് ഇവിടെ ഒത്തിരി കൊച്ചു കുട്ടികൾക്ക് വരെ ഇറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. അതായത് ഇതിൻ്റെ മുകളിൽ കൂടെ ചെന്നതിൻ്റെ ഇവിടെ കയറാം. പ്രായമുള്ളവർക്കും കൊച്ചുകൂട്ടുകാർ താഴെയാണെങ്കിൽ അധികം വെള്ളമൊന്നുമില്ല. പക്ഷേ നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ഇത് ഫുള്ള് ഭയങ്കര രീതിയിൽ ഒലിച്ചു വരുമെന്നാണ് പറയുന്നത്. വെള്ളം ഒലിച്ചു വരുമെന്നാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പം ഞാനൊരു ഹരിപ്പാടുകാരനാണ്, ആലപ്പുഴക്കാരൻ. പക്ഷേ അതിലൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലെ വെള്ളത്തെ ഒരു സൈഡിലോട്ട് പോലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് രീതിയിലുള്ള വെള്ളമാണ്. നല്ല ശുദ്ധമായ പാറയിൽ നിന്ന് അടിച്ച് തല്ലി വരുന്ന നല്ല ആല് നിറത്തിൽ അടിച്ച് കലങ്ങി വന്നിട്ട് താഴെ വരുമ്പോൾ നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ഒരു രക്ഷയില്ല. ഇവിടുത്തെ വ്യൂ ആണ് സാധാരണ സൂപ്പർ സ്ഥലമാണ്. ഒരു ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അധികം ആർക്കും ഈ ഒരു സ്ഥലത്തെ പറ്റി വലിയ പിടിയൊന്നുമില്ല. കാരണം ഞങ്ങൾക്കും വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഡ്രൈവർമാരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഇന്നൊരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ട്രിപ്പിലൊക്കെ പറ്റിയതാണ് എന്നൊക്കെ ഉള്ളത്. ഇവിടുത്തെ ജീപ്പ് ട്രക്കിങ്ങിന് 2500 രൂപയാണ് ഹാഫ് ഡേ. ഫുൾ ഡേ ആണെങ്കിൽ 3500 രൂപ. കണ്ടോ, കൊച്ചു കുട്ടികൾക്കൊക്കെ ഇറങ്ങി കളിക്കുക. അന്നേരം നമ്മുടെ മോള് ഇറങ്ങി കളിക്കുന്ന കളിയുണ്ട് അതിൻ്റെ അകത്ത്. വെള്ളത്തിലൊക്കെ കളിച്ച് പുള്ളിക്ക് വെള്ളം എന്ന് പറയുന്നത് ഒരു ഹരമാണ്. അതുകൊണ്ട് വെള്ളത്തിലൊക്കെ കളിച്ച് നിൽക്കുകയാണ്. ഈ വെള്ളത്തിനൊരു മനോഹാരിത എത്ര കണ്ടാലും മതി വരുന്നില്ല കേട്ടോ. ആ ഓരോ തട്ട് 33 എന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് കണ്ടില്ല. ഓരോ തട്ടായിട്ട് ഇങ്ങനെ താഴോട്ട് വരികയും ഇതിൽ നമ്മൾ ആദ്യം കയറി വന്നിടത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു ഒരു തട്ട്. അങ്ങനെയായിട്ടാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്. ഒരു വല്ലാത്ത ഭംഗി തന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്തു. എന്തായാലും ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി ഞങ്ങൾ വരുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.